തുമല പഞ്ചായത്ത് മെമ്പർ സുകന്യ ചേരുന്നുണ്ട്. സുകന്യ, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അമിത്ഷാ രാജ്യസഭയിൽ 23-ന് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരള സർക്കാരിന് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അറിയാൻ സാധിച്ചത്, അവിടെ നിന്നുള്ള ആൾ വഴി അറിയാൻ സാധിച്ചത്, തലേന്ന് തന്നെ ഈ ഭാഗത്ത് പുഴയിൽ വെള്ളം പൊങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ മെസ്സേജ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇട്ടിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് അവിടെ ഉണ്ടായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഏറ്റവും ഇതിലൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു പ്രദേശമല്ല ശരിക്കും. അതായത് നമുക്ക് അങ്ങനത്തെ പേടിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉള്ള സ്ഥലമല്ല. പുഴയിൽ വെള്ളം സാധാരണയായിട്ട് പുഴയിൽ വെള്ളം പൊങ്ങും, അത് അതിന്റെ ഇതിൽ തന്നെ താഴുന്നായിരുന്നു. ഇപ്പൊ ഈ ഒരു 2019 തൊട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരോടും തന്നെ പറഞ്ഞിരുന്നു, പുഴയിൽ വെള്ളം കൂടും, അപ്പം മാറി താമസിക്കേണ്ട ആളുകൾ മാറി താമസിക്കണം, ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പുത്തുമലയിൽ താമസിച്ചുകൊണ്ടിരുന്ന കാശ്മീർ ദ്വീപിൽ താമസിക്കുന്ന ആളുകൾ എലവേൽ അംഗൻവാടിയിലേക്ക് മാറി താമസിച്ചിരുന്നു. അവരുടെ വീടിന്റെ എവിടെയെല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം വെളുപ്പിനെ 2:30-ക്കാണ് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈയിൽ ഉരുളുപൊട്ടി മുന്നോട്ട് വരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ ബോഡികൾ കണ്ടെത്തുന്നുണ്ട്, ഇനിയും ഒത്തിരിയേറെ കണ്ടെത്താനുണ്ട്. കുറെ ആളുകൾ ഈ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പോഴും കണക്കുകളൊന്നും വ്യക്തമല്ല മനസ്സിലാക്കിയെടുത്തോളം. കാരണം നമുക്ക് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചാണ് അത്തരത്തിലുള്ള കണക്കുകൾ എത്തുന്നത്. പക്ഷേ ഇതല്ലാതെ തൊഴിലാളികൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു, അതായത് കണക്കിൽ പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു കണക്കിലേക്കോ ഇല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്നവരിലേക്കോ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടാൻ, ഇല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനോ അങ്ങനെ ഒരു കൃത്യമായൊരു കണക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി ഏകദേശം നമ്മുടെ ഈ പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത് കൊണ്ട് നമ്മൾ റിസോർട്ടുകളും കാര്യങ്ങളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഏതൊക്കെ ആളുകളാണ് വന്നിട്ടുള്ളതെന്നുള്ളത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ റവന്യൂ വകുപ്പ് ഇപ്പൊ 225 എന്ന നമ്പറിലാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതിപ്പം അവിടെ ഇപ്പം പഞ്ചായത്തിൽ പരിശോധിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആളുകൾക്ക് മാത്രമായിരിക്കും. ഇപ്പം നമ്മൾ ജോലിക്കൊക്കെ ആണെങ്കിലേ മറ്റു സംസ്ഥാനത്തു നിന്നൊക്കെയുള്ള ആളുകളെ താമസിപ്പിച്ച് അങ്ങനെയുള്ള കണക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് പണിയെടുക്കുന്നവരുണ്ടായിരുന്നു. ഏറെക്കുറെ ആളുകളൊക്കെ സേഫ് ആയിരുന്നു. പിന്നെ ഇതിലുള്ളൊരു സങ്കടം സുകന്യ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാൻ ഇപ്പോഴും പറ്റുന്നില്ല, ബന്ധുക്കളൊന്നും എത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കറിയില്ല അവർക്ക് ആരാണുള്ളത്, ഉള്ളവരെല്ലാം പോയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ജനപ്രതിനിധികൾക്ക് അതിൽ എന്തിടപെടൽ? നമ്മുടെ നാട്ടിലെ പ്രദേശവാസികൾക്ക് ഏറെക്കുറെ അവരുടെ അടുത്ത് താമസിക്കുന്ന ആളുകളെ നല്ലതുപോലെ അറിയാൻ കഴിയും. ഒത്തിരി മുഖം നാശമായ ആളുകളെയൊക്കെ എങ്കിലും അവർ ചില ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ വെച്ചിട്ട് കണ്ട് എത്തുന്നുണ്ട്. ഇന്നിപ്പോ പള്ളികളിലൊക്കെ ഐഡന്റിഫൈ ചെയ്ത ആളുകളെ സംസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. മറ്റാവശ്യങ്ങളൊക്കെ ഈ ക്യാമ്പുകളിൽ നിന്നും മറ്റാവശ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? രാവിലെ ഒരു ചെറിയ സംഘർഷമൊക്കെ ഉണ്ട്, ഭക്ഷണമൊന്നും എത്തുന്നില്ല ഈ രക്ഷാപ്രവർത്തകർക്ക്. അങ്ങനെയൊക്കെ ഈ ക്യാമ്പുകളിലേക്ക് ഭക്ഷണങ്ങളൊക്കെ എത്തുന്നുണ്ട്. മാക്സിമം സന്നദ്ധ പ്രവർത്തകർ പല ജില്ലകളിൽ നിന്നായിട്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. അതായത് ഫുഡിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാക്സിമം അവർക്ക് ബ്ലാങ്കറ്റുകളാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകൾക്കും ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഭാഗത്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. നമുക്ക് കിട്ടിയത് ഇവിടെയല്ല, ദുരിതാശ്വാസ ക്യാമ്പിലല്ല, അല്ലാതെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എത്തിക്കാനേ അവിടെ റോഡൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, ബ്ലോക്കൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും മാക്സിമം ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഒക്കെ ഇടപെട്ട്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഇതൊക്കെ ഇടപെട്ടിട്ട് നല്ലപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഫുഡ് എത്താത്തത് എന്നുള്ളതെന്ന് അറിയില്ല. കാരണം ഏതെങ്കിലും അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ മാത്രമേ ചെന്നെത്താത്തുള്ളൂ. ഈ കാലാവസ്ഥ എങ്ങനെയുണ്ട്? കാലാവസ്ഥ ഇപ്പം മഴ, രാവിലെ നല്ല വെയിലായിരുന്നു, അത്യാവശ്യം ഒരു കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്.
ആണല്ലേ. ഈ ഒഴുക്ക് കൂടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാവുന്നു എന്നാണ് പറയുന്നത്. ഈ പാലം നിർമ്മാണവും കഴിയാത്തത് കൊണ്ട് വലിയ പാടാണെന്നാണ് അറിയുന്നത് അവിടുന്ന്. ബുദ്ധിമുട്ടാണ് എങ്കിലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, കഴിയുന്നതല്ല അവരവരുടെ ജീവൻ പണയം വെച്ചിട്ട് തന്നെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ള ബോഡികളെല്ലാം കണ്ടെത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തില് ഒരു തരത്തിലും ഉള്ള ഒരു ഇതും പറയാനില്ല നമുക്ക്. മനസ്സിലായി. ശരി സുകന്യ, നന്ദി. സേഫ് ആയിട്ടിരിക്കും.